സന്ദീപ് വാര്യരെ എന്തിനാണ് പ്രതി ചേർത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സന്ദീപ് വാര്യരെ ഈ കേസിൽ പ്രതി ചേർത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇത് ആ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതോ ഗർഭിണിയാക്കിയതോ ഗർഭഛിദ്രം നടത്തിയതോ ഒന്നും അല്ല വിഷയം. ഇവിടെ കോൺഗ്രസിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം അതിജീവിക്കണം. അതുപോലെ ശബരിമല മോഷണം ഉണ്ടല്ലോ, ആ മോഷണത്തെ വാർത്തകളിൽ നിന്ന് മാറ്റണം. അതിപ്പോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതോടുകൂടി പൂർണ്ണമായിട്ടും ശബരിമല മോഷണം അതിന്റെ പ്രതികൾ നേതാക്കന്മാർ തന്നെയാണ് അവിടെ കിടക്കുന്നത്. മുഖ്യമന്ത്രിയെ പോലും ഉള്ളം കയ്യിലിട്ട് അത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്ന നേതാവാണ് ഇപ്പൊ അകത്ത് കിടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകൾ മുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് ഇപ്പോൾ വരുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം എന്താ പറയാ കൊണ്ട് ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മനോവേദനയ്ക്ക് ഒരു പരിഹാരമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള ഒരു കേസോ ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അവന് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം അനന്തര നടപടികളാണ്, ഇങ്ങോട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അയാള് ഇരയുടെ ഫോട്ടോ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ അയാളെ വീഡിയോ കംപ്ലീറ്റ് കാണുന്നതാ ഈ അടുത്ത കാലത്തായിട്ട് നോക്കുമ്പോൾ അതിനകത്തൊക്കെ AI വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്, AI ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. AI ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കുക, അങ്ങനെ ഒരാൾ തന്നെ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഒരു കാര്യം. ഏതായാലും സന്ദീപ് വാര്യരെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു നല്ല കാര്യം ചെയ്തു. അതായത് ഇര എന്ന് പറയുന്ന, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇരയെ സഹായിച്ചതിനാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ കേസ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ നാടകമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. CPM ഇടപെട്ട് നടത്തുന്ന ഒരു CPM സ്പോൺസേഡ് ഒരു നാടകം, ഒരു രാഷ്ട്രീയ പറാട്ട നാടകമാണ് ഈ കേസ് എന്ന് തോന്നാൻ കാരണം അതാണ്. മറ്റുള്ളതൊക്കെ ഓക്കെ, മറ്റുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായി അനുകൂലിക്കുന്നത് കൊണ്ട് രാഹുൽ ഈശ്വറിന് നേരെ ഇട്ടു എന്ന് പറയാം, ഇല്ലേ? അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ സന്ദീപ് വാര്യർ എന്താ ചെയ്തത്? സന്ദീപ് വാര്യർ ഒന്നര കൊല്ലം മുമ്പ് ഈ കല്യാണം നടക്കുന്ന ആ മാസത്തില് ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ട്, അത് ഈ ഇര എന്ന് പറയുന്നവരുടെ കല്യാണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരും സിനിമ നടന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ബന്ധുക്കൾ മാത്രമല്ല, മറ്റു പരിചയക്കാരും സുഹൃത്തുക്കളും അതിൽ പ്രശസ്തരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഒരു ഫോട്ടോ എടുക്കും, സ്വാഭാവികം. ആ ഫോട്ടോ ആ കല്യാണത്തിൽ പങ്കെടുത്തതിന്റെ സന്തോഷം കൊണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ, പണ്ട് ആൽബത്തിൽ ഈ പ്ലാസ്റ്റിക് കയറ്റി വയ്ക്കുന്ന പരിപാടിയായിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ ആ ആൽബം എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ആകാം. ചിലപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ അത് വച്ചിരുന്ന ഒരു ഫോട്ടോ, അതൊരു പക്ഷേ സന്ദീപ് വാര്യർ മറന്നുപോയിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ, സന്ദീപ് വാര്യരുടെ സുഹൃത്തുക്കൾ ആരോ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനൊരു വിഷയമുണ്ട്, ആ ഫോട്ടോ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ആളെ തിരിച്ചറിഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്ദീപിനും തോന്നി ശരിയാണ്, അത് അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, അത് അങ്ങനെ ദുരുപയോഗം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് അന്നിട്ടത് ഈ സംഭവം നടക്കുന്നതിന് എത്രയോ കാലം മുമ്പ്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയം നടക്കുന്നതിനൊക്കെ എത്രയോ മുമ്പിട്ടതാണ്. രാഹുലുമായിട്ട് അടുക്കുന്നതും ശാരീരിക ബന്ധം നടക്കുന്നതുമായിട്ടുള്ള ആ ഒരു അതുമായിട്ട് അടുക്കുന്നതിന് എത്രയോ മുമ്പിട്ട ഒരു വീഡിയോ, കല്യാണ സമയത്തിട്ട ഫോട്ടോ, വീഡിയോയിലെ ഫോട്ടോ, ആ ഫോട്ടോ അയാൾ എന്തായാലും ഡിലീറ്റ് ചെയ്തു. കാരണം അതൊരു നല്ല കാര്യം, ഒരു ഇരയെ തിരിച്ചറിയേണ്ട എന്ന നല്ല ഉദ്ദേശത്തോടെ അത് ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ ഡിലീറ്റ് ചെയ്ത കാര്യം അവിടെ പബ്ലിഷും ചെയ്തു. എന്നിട്ടും സന്ദീപ് വാര്യർക്ക് എതിരെ കേസ് ഇപ്പം സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിന് പോയേക്കാണെന്നാണ് പറയുന്നത്. എന്തിനാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ ഇത്തരത്തിലൊരു കേസ് ഇട്ടത്? അതിന് ശക്തമായ ഒരു കാരണമുണ്ട്, വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട്. അത് ചാനലുകൾ പറയുന്നില്ല, ഞാനത് പറഞ്ഞുതരാം. അതിനു മുമ്പ് സന്ദീപ് വാര്യർ കുറച്ച് പോസ്റ്റുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തായിട്ട് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 29-ാം തീയതി, അതായത് ഇന്നിപ്പോ 1-ാം തീയതിയാണ്, 29-ാം തീയതി സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റു ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു. പരാതിക്കാരുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവച്ച കല്യാണ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെ സംഭവം, പോസ്റ്റ്. എന്നെ ആകർഷിച്ചതിന്റെ താഴെ വന്നിട്ട് കമന്റാണ്. ഷെറിൻ ഷാ കടവല്ലൂർ എഴുതിയിട്ടുള്ള ഒരു കമന്റ്, വിളിച്ചു പറഞ്ഞ് ഡിലീറ്റ് ആക്കിയാൽ ഫലം കുറയും, അത് അക്ഷരം പ്രതി അതുപോലെയാണ് ആക്കിയേക്കണത്. സന്ദീപ് വാര്യർ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യർക്ക് പണി കിട്ടി തുടങ്ങി.
എന്തായാലും ഷെറിൻ ഷാ നാക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഏതായാലും ഇവിടെ ഈ മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മയും മറ്റവരും പറഞ്ഞതുകൊണ്ട് സന്ദീപ് വാര്യർ ആ ഒരു പോസ്റ്റ്, ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് ആണ് വെക്കേണ്ടത്. അത് ഇരയെ, അതായത് ഇപ്പൊ പോലീസിന്റെ ഭാഷയിൽ ഇരയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിക്ക്, ആ പെണ്ണിന് ഉപകാരപ്രദമാണ്. അവളെ തിരിച്ചറിയില്ലല്ലോ ആൾക്കാർ. അപ്പോ പോലീസും സർക്കാരും അപ്രിഷിയേറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഇന്നലെ സന്ദീപ് വാര്യർ ഇട്ട മറ്റൊരു പോസ്റ്റാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ. മാത്രമല്ല, വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ. അതിന്റെ ടൈമിംഗ് ഒക്കെ സാധാരണ വിദഗ്ധർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ആ കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ധാർമ്മികതയുടെ പേരിലാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. കോൺഗ്രസ് പാർട്ടി കാര്യത്തിൽ അങ്ങനെ പിന്നെ കുറെ കാര്യമുണ്ട്. സത്യം ജയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് മുതലാണ് ശരിക്കും സന്ദീപ് വാര്യർ നോട്ടപ്പുള്ളിയാക്കുന്നത്. ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബറിൽ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം അടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അയച്ചു തരാം. ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുക്ക്. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പരാതിക്കാരുടെ സ്വകാര്യത സൂക്ഷിക്കാൻ വേണ്ടി, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തപ്പോൾ കേസായിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരെ പൊതുജന സമക്ഷത്തിലേക്ക് തിരിച്ചറിയാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ തന്നെ, പ്രാദേശിക നേതാക്കന്മാർ തന്നെ വന്ന് അവിടെ നിന്ന് പ്രസംഗിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന സന്ദീപ് വാര്യരുടെ ഈ ചോദ്യമാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം. പോസ്റ്റ് തീർന്നില്ല, ഇനി വിവാദ പോസ്റ്റുകൾ വരുന്നേ ഉള്ളൂ. ഇപ്പൊ 8 മണിക്കൂർ മുമ്പ് സന്ദീപ് വാര്യർ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കള്ളക്കേസാണിത് രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്നത്. ഒരിക്കൽ പോലും പരാതിക്കാരുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. 1 വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അക്കാലത്തിട്ടൊരു ഫോട്ടോ മറ്റു ചില ദുരുപയോഗിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിനെ നിയമപരമായി നേരിടും. നീതിക്ക് വേണ്ടി ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട നീതിന്യായ പീഠത്തെ സമീപിക്കും. പിന്നെ അതിന്റെ താഴെ കൊള്ളിച്ചുകൊണ്ട്, CPM കൊള്ളിച്ചുകൊണ്ട് ഒരു വരി കൂടെ ഉണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള 3ാം കിട തന്ത്രമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. അപ്രഖ്യാപിത സർസംഘ് ചാലക് പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നിങ്ങളുടെ നാടകമൊക്കെ സന്ദീപ് വാര്യർ എന്നായി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു എന്താ പറയാ, ഒരു ഉറക്കം കൊണ്ടൊന്നും നേരം വെളുക്കൂല, നമുക്ക് കാണാം എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസ് വന്നതെന്നറിയും. സന്ദീപ് വാര്യർക്കെതിരെ കേസ് വന്നത് 29-ാം തീയതി ഇട്ടിട്ടുള്ള ഒരു രാവിലെ 10:35 ഇട്ടിട്ടുള്ള, രാവിലെയാണെന്ന് തോന്നുന്നു, നവംബർ 10:35 എന്നാണ് കാണുന്നത്, രാവിലെ ആയിരിക്കും. ഇപ്പൊ രാവിലെ ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റാണ് സത്യത്തിൽ ഈ സന്ദീപ് വാര്യർക്കെതിരെ കേസ് വരാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന ഒരു കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നത് പറയുകയാണ്. താങ്കൾ യൂട്യൂബിൽ പറഞ്ഞ പോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്. ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല. ഗുരുവായൂരിൽ താലി കെട്ടിയതാണ്. ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതാണ് എന്റെ നിലപാട്. സത്യം വിജയിക്കട്ടെ. ഈ ഒരു പോസ്റ്റാണ് ശരിക്കും സന്ദീപ് വാര്യരുടെ കുടിക്കത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
രാഹുൽ ഈശ്വരെ അക്ഷരം പ്രതി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണിത്. രാഹുൽ ഈശ്വർ ചാനലുകളിലിരുന്ന് നന്നായി നല്ല പ്രഷറിൽ അടിച്ചുവിട്ടിട്ടുള്ള, നന്നായി സംസാരിച്ചിട്ടുള്ള തെളിവുകളുടെ കൂട്ടത്തിൽ ഇതും വരും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു തെളിവുള്ള ഒരാൾ രാഹുൽ ഈശ്വരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തയ്യാറായാൽ അത് CPM-ന് ചെറിയ പ്രഹരമൊന്നുമല്ല ഏൽപ്പിക്കുക, വലിയൊരു സാക്ഷിയാണ്. കാരണം ആ കല്യാണത്തിന് താനുണ്ടായിരുന്നു, ഇപ്പോഴും അറിയാം. അതായത് വിവാഹിതയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് മറ്റൊരു ബന്ധം ഉണ്ടാക്കിയത് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ഒരുപക്ഷെ ഈ വാദഗതികൾക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു വാദഗതി ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ കൂടെ വെച്ചുകൊണ്ടിരുന്നത് ശരിയാവില്ല. അതുകൊണ്ട് കേസ് ഇപ്പോൾ എല്ലാ കേസും ഒറിജിനൽ കേസൊന്നും അല്ലല്ലോ. ഏതോ ഒരു സലാം കൊടിയത്തൂരിന്റെ ഏതോ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, കേസ് കൊടുക്കാൻ ഇപ്പൊ കള്ളക്കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് കേസെടുക്കാം. കേസെടുത്തിട്ട് ജാമ്യമില്ലാത്ത വകുപ്പും അല്ലാത്ത വകുപ്പും ഒക്കെ ചേർക്കാം. ബാക്കിയൊക്കെ കോടതിയിൽ വന്നിട്ടല്ലേ. കോടതിയിൽ എത്തുമ്പോൾ എന്തായാലും അവർ ജാമ്യം എടുക്കും. ജാമ്യം എടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻസ് വരുമ്പോൾ പിന്നെ ഇവരൊന്നും വാ തുറക്കൂല. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും അത് തന്നെ. രാഹുൽ ഈശ്വറിനോട് പറഞ്ഞെന്താണ്, അവിടെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്തു, ചിത്രം പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കള്ളമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അതേ പോലീസുകാരുടെ മുന്നിൽ നിന്നൂടെ നടന്നു പോകുന്ന സമയത്ത് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്നും അല്ല സംഭവം, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തെന്ന് എന്നോട് പറഞ്ഞു, അത് നിർത്തിയാൽ മതി, അത് നിർത്താൻ പറഞ്ഞു. ഞാനത് നിർത്തില്ല, ഞാനത് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പോൾ അജണ്ട വ്യക്തമാണ്. ആ അജണ്ടയ്ക്ക് ആരാണോ എതിരെ നിൽക്കുന്നത് അവരൊക്കെ, അവരുടെ പേരിലൊക്കെ കേസ് വരികയും അവരൊക്കെ അകത്ത് പോവുകയും ചെയ്യും. അകത്ത് പോകും എന്ന് പറയുമ്പോൾ കോടതിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ വരെ എത്തിക്കാൻ, പരമാവധി അകത്ത് എത്തിക്കാനുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സന്ദീപ് വാര്യരുടെ പേരിലുള്ള ഇപ്പോഴത്തെ കേസ്.